അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഈ ആയത്ത് നിങ്ങൾ ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം നിങ്ങൾ 10 പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ നിങ്ങളുടെ എത്ര വലിയ നടക്കാത്ത ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല നടത്തിത്തരും. മാത്രമല്ല, ഈ ആയത്ത് ഇന്ന് അസറിൻ്റെ ശേഷം 10 പ്രാവശ്യം നമ്മൾ ഓതുന്നത് കൊണ്ട് ഒട്ടനവധി നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു 10 നേട്ടങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ, കടങ്ങൾ വീടാൻ, സമ്പത്ത് വർദ്ധിക്കാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് വേണ്ട എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമുക്ക് നിറവേറിക്കിട്ടാനും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ അസറിൻ്റെ ശേഷം നിങ്ങൾ 10 പ്രാവശ്യം ഈ ആയത്ത് ഓതിയാൽ മതി. ഒരിക്കലും മറക്കാതെ ഓതുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾക്ക് ഇനി അസറിൻ്റെ ശേഷം ഇത് ഓതാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മഗ്‌രിബിൻ്റെ ശേഷം ഓതിയാലും മതി. അസറിൻ്റെ ശേഷം ഓതാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ, അസർ എന്ന ആ സമയമുണ്ടല്ലോ, അത് വളരെ പൂരിഷയാക്കപ്പെട്ട സമയമാണ്. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലെ അസറിൻ്റെ ശേഷമുള്ള സമയം, മഹാന്മാരൊക്കെ പറയുന്നത് ഈ സമയത്തെക്കുറിച്ച് ദുആക്ക് ഇജാബത്ത് സാധ്യത കൂടുതൽ ഉള്ള ഒരു സമയമാണെന്നാണ് മഹാന്മാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ, ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും കാരണം കണ്ണീരോടുകൂടിയും വേദനയോടുകൂടിയും ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്ത ആ ജീവിതം മാറി സന്തോഷവും സമാധാനവും റാഹത്തും ബറക്കത്തുമുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കാൻ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ അസറിൻ്റെ ശേഷം നിങ്ങൾ ഈ ആയത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മദീനയിലൂടെ ഒരു സ്ത്രീ മുത്ത് റസൂലിനെ കാണിച്ചു തരൂ, മുത്ത് റസൂലിനെ കാണിച്ചു തരൂ, മുത്ത് റസൂലിനെ കാണിച്ചു തരൂ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീ അള്ളാഹുവിൻ്റെ റസൂൽ എവിടെ, അള്ളാഹുവിൻ്റെ റസൂൽ എവിടെ എന്ന് ചോദിച്ചു അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ എത്തി. അത് കേട്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരിയുടെ അരികിൽ ചെന്ന് ചോദിച്ചു, ഓ സഹോദരി, ഞാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ. എന്താണ് നിൻ്റെ പ്രശ്നം? എന്തിനാണ് നീ എന്നെ കാണണം എന്ന് വിളിച്ച് ചോദിച്ചു കൊണ്ട് നടക്കുന്നത്? എന്താണ് നിൻ്റെ പ്രയാസം? പറയൂ സഹോദരി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരിയോട് ചോദിച്ചു. ആ സമയത്ത് ആ സഹോദരി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് വളരെ വലിയ ഗുരുതരമായ ഒരു കാര്യം പറയാനുണ്ട്. വലിയൊരു തെറ്റ് ഞാൻ ചെയ്തു പോയി. എന്താണ് ആ തെറ്റ് എന്ന് മുത്തുനബി ചോദിച്ചപ്പോൾ ആ സഹോദരി പറയുകയാണ്, എൻ്റെ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു, എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയിരുന്നു. ആ സമയത്ത് ഞാൻ മാത്രമായിരുന്നു വീട്ടിൽ. ആ സ്ത്രീ പിന്നീട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് വർഷങ്ങളായി ജോലിക്ക് പോയിട്ട് ഞാൻ മാത്രമായിരുന്നു വീട്ടിൽ. അങ്ങനെയിരിക്കെ ഒരു സുന്ദരനായ അന്യപുരുഷനുമായിട്ട് ഞാൻ അവിഹിത ബന്ധം നടന്നു. ആ ബന്ധത്തിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. എന്നാൽ എൻ്റെ ഭർത്താവ് വീട്ടിൽ വരുന്ന സമയത്ത് ഈ കുഞ്ഞിനെ കാണുമല്ലോ, അതിന് ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ. എന്താണ് അതിന് സമാധാനം പറയുക എന്നൊക്കെ ഓർത്ത് പേടിച്ചുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ ഭർത്താവ് വിൽക്കാൻ കൊണ്ടുവന്ന് വെച്ച സ്വർക്കയിൽ മുക്കിക്കൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി, കൊന്നുകളഞ്ഞു റസൂലേ. ഞാൻ വലിയ പാപമാണ് ചെയ്തത്. ഇനി എന്താണ് ഞാൻ ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് ഇത് പുറത്തു തരുമോ? ഇതിന് എന്നെ ശിക്ഷിക്കുമോ? എനിക്ക് സ്വർഗം നഷ്ടമാകുമോ? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ മുത്തുനബിയോട് പറഞ്ഞു.
മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ സഹോദരി വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ ആ കുഞ്ഞിനെ മുക്കിക്കൊലപ്പെടുത്തിയ ആ സുർക്കയുണ്ടല്ലോ, അത് ഞാൻ വിൽപ്പന നടത്തി കാശാക്കുകയും ചെയ്തു. ഭർത്താവ് വിൽക്കാൻ കൊണ്ടുവന്നു വെച്ച സുർക്കയായിരുന്നു. അത് ഞാൻ പുറത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് അത് എന്നെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ ആ സുർക്ക ഞാൻ വിൽപ്പന നടത്തുകയും ചെയ്തു. അതും ഞാൻ ചെയ്ത വലിയൊരു പാപമാണ്, വലിയൊരു തെറ്റാണ് റസൂലേ. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല പൊറുക്കുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ സഹോദരി, നീ ചെയ്ത ഈ തെറ്റിന് നിനക്കുള്ള ശിക്ഷ നിന്നെ എറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടത്. നിന്നെ എറിഞ്ഞു കൊല്ലണം, അതാണ് ഇതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞു. മാത്രമല്ല മുത്തുനബി വീണ്ടും പറയുകയാണ്, നീ ആ കുഞ്ഞിനെ മുക്കിക്കൊന്നില്ലേ, അതിൻ്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചില്ലെങ്കിൽ നിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിലേക്ക് തള്ളിക്കളയും. നരകമാണ് പിന്നീട് നിനക്ക് അതിനുള്ള ശിക്ഷ എന്നും പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ആ സഹോദരിയോട് പറയുകയാണ്, ഓ സഹോദരി, ആ കുഞ്ഞിനെ മുക്കിക്കൊന്ന ആ സുർക്ക നീ വിൽപ്പന നടത്തില്ലേ? ആ സുർക്ക നജസായ സുർക്കയാണല്ലോ, അതിനി വിൽപ്പന നടത്തിയത് വലിയ പാപമാണ്, വലിയ തെറ്റാണ് സഹോദരി. അതിനും അള്ളാഹുവിൽ നിന്ന് നീ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അതിന് നീ ആദ്യം ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണോ നീ ആ സുർക്ക വിറ്റത് ആ ആളുകളോടൊക്കെ കാര്യം പറഞ്ഞ് അവരോട് നീ പൊറുക്കലിനെ ചോദിക്കണം, പുറത്തു തരാൻ വേണ്ടി പറയണം. എങ്കിൽ മാത്രമേ നിൻ്റെ ദുആ, നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ പാപമോചനം അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയുള്ളൂ. പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ സഹോദരി, നീ ഈ വലിയ തെറ്റിൽപ്പെടാൻ കാരണം, ഇതൊക്കെയും നിനക്ക് സംഭവിച്ചത് നീ അസ്ർ നിസ്കരിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വന്നത്, അസ്ർ എന്ന് പറഞ്ഞത് നമ്മൾ നിസ്സാരമാക്കി കളയേണ്ട ഒരു സമയമല്ല, വളരെ വലിയ പോരിശയുള്ള മഹത്വമുള്ള ഒരു സമയമാണ്. അസ്ർ നിസ്കാരം ഈ സഹോദരി ജീവിതത്തിൽ നിസ്കരിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു തെറ്റ് ആ സഹോദരിക്ക് സംഭവിക്കാൻ കാരണം. ശൈത്താൻ ഈ ഒരു തെറ്റിലേക്ക് ആ സഹോദരിയെ എത്തിക്കാൻ കാരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാ 5 വക്തും നിസ്കരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഒരു തെറ്റിലേക്കും ശൈത്താന് നിങ്ങളെ കൊണ്ടുപോയി തള്ളിയിടാൻ സാധിക്കില്ല. എല്ലാ തെറ്റിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ 5 വക്തും നിസ്കരിക്കുകയാണ്. 5 വക്ത് ഫർള് നിസ്കരിക്കുന്ന ആളുകൾ ഒരു തെറ്റിലേക്കോ ഒരു പാപത്തിലേക്കോ പിശാചിന്, ശൈത്താന് അവരെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ നിന്നൊക്കെ അവരെ രക്ഷപ്പെടുത്തും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, അസ്റിൻ്റെ സമയം വളരെ മഹത്വമുള്ള ഒരു സമയമാണ്. ഒരിക്കലും നിങ്ങൾ ആ സമയത്ത് കിടന്നുറങ്ങരുത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ, നമ്മുടെ മക്കളെയൊന്നും ആ സമയത്ത് ഉറങ്ങാൻ സമ്മതിക്കരുത്. കാരണം അസ്റിൻ്റെ സമയത്ത് കിടന്നുറങ്ങുന്ന ആളുകൾക്ക് അവരുടെ ബുദ്ധിക്ക് ക്ഷതം സംഭവിക്കുമെന്ന് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. അതായത് ആ സമയത്ത് കിടന്നുറങ്ങുന്ന ആളുകളുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി ഇതൊക്കെയും നശിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്നും പഴം എടുത്ത് കഴിച്ചത് അസ്റിൻ്റെ സമയത്താണ്. അസ്റിൻ്റെ സമയത്ത് ആദം നബി പഴം എടുത്തു കഴിച്ചു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്ർ നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾക്ക് നല്ല ആരോഗ്യം ശരീരത്തിന് നൽകും അല്ലാഹു സുബ്ഹാനഹു തആല. നല്ല ആരോഗ്യം നമുക്ക് ലഭിക്കും അസ്ർ നിസ്കരിച്ചാൽ. മാത്രമല്ല നരകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ രക്ഷപ്പെടുത്തുമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അസ്ർ നിസ്കരിക്കുന്ന ആളുകൾക്ക്
നരകമുണ്ടാകില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം നൽകുമെന്നാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ അസറിൻ്റെ സമയം ഒരിക്കലും നമ്മൾ പാഴാക്കരുത്. മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമാണ് ഈ അസറിൻ്റെ സമയം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നിങ്ങൾ അസറിൻ്റെ ശേഷം ഓതുക. ഇനി നിങ്ങൾക്ക് അഥവാ അസറിൻ്റെ സമയം ഈ ആയത്ത് ഓതാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ മഗ്‌രിബിൻ്റെ ശേഷം ഓതുക. ഈ ആയത്ത് ഓതാൻ ഒരു 10 പ്രാവശ്യം ഓതാൻ നിങ്ങൾക്കൊരു 5 മിനിറ്റോ 6 മിനിറ്റോ മതി. എളുപ്പത്തിൽ നമുക്ക് ഓതി തീർക്കാൻ സാധിക്കും. എന്നാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ ആയത്ത് ഓതാതെ പോകില്ല. ഈ ആയത്ത് നമ്മൾ അസറിന് ശേഷം ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഞാൻ എണ്ണിപ്പറയാം. വളരെ വേഗത്തിൽ ചുരുക്കി പറഞ്ഞു തരാം. 10 നേട്ടങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്നുണ്ട് ഈ ഒരു ആയത്ത് നമ്മൾ ഓതുന്നത് കൊണ്ട്. അത്രക്കും അത്ഭുതമാണ് ഈ ആയത്ത്. അപ്പോൾ ഒന്നാമത്തെ നേട്ടമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റിത്തരും. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഈ ആയത്ത് ഓതുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിറവേറ്റിത്തരും. ഇനി രണ്ടാമത്തെ നേട്ടമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ റിസ്കിൽ വിശാലത ചെയ്യും. അതായത് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയുണ്ടാകും. കടങ്ങൾ ഉണ്ടാകില്ല, ദാരിദ്ര്യമുണ്ടാകില്ല, മരണം വരെ സാമ്പത്തികമായിട്ടുള്ളൊരു പ്രയാസവും ഉണ്ടാകില്ല. സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച, ഐശ്വര്യം അല്ലാഹു സുബ്ഹാനഹു തആല നൽകിക്കൊണ്ടേയിരിക്കും. അതാണല്ലോ നമുക്ക് ദുനിയാവിൽ പ്രധാനമായിട്ടും വേണ്ട ഒന്ന്. സമ്പത്തില്ലെങ്കിൽ ദുനിയാവിലുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അറിയാം വളരെ വിഷമമേറിയതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, മനസ്സമാധാനം വരെ നഷ്ടപ്പെടുന്ന ഒന്നാണ് നമ്മുടെ കയ്യിൽ പണമില്ലാത്തത്, സമ്പത്തില്ലാത്തത്. എന്നാൽ ഈ ഒരു ആയത്ത് നിങ്ങൾ അസറിൻ്റെ ശേഷം ഓതുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റിത്തരും. ഇനി മൂന്നാമത്തേതാണ് തൗബയില്ലാതെ അവർ മരിക്കില്ല. അതായത് എത്രയോ ആളുകളുണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാനൊരു അവസരമില്ലാതെ, അതിന് മനസ്സ് വരാതെ, ഈമാൻ കിട്ടാതെ മരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ ഈ ആയത്ത് നിങ്ങൾ ഓതുന്നതിലൂടെ തൗബ ചെയ്തിട്ടില്ലാതെ, ഈമാനില്ലാതെ നിങ്ങൾ ഒരിക്കലും മരിക്കില്ല. ഈ ആയത്ത് ഓതുന്നവർക്ക് ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കും. ഇനി നാലാമത്തേത് മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിൽ സ്ഥാനം ലഭിക്കും. അതായത് മുഅ്മിനീങ്ങളായ ആളുകൾക്കൊക്കെ നമ്മോട് വലിയ ഇഷ്ടമാകും. പ്രത്യേകിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, ഒരുപാട് മഹാന്മാർക്ക്, ഔലിയാക്കന്മാർക്ക്, പണ്ഡിതന്മാർക്കൊക്കെ നമ്മോട് വലിയ ഇഷ്ടമാകും. അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ നമ്മോട് വലിയ ഇഷ്ടമാകും ഈ ആയത്ത് നമ്മൾ ഓതിയാൽ. ഇനി അഞ്ചാമത്തെ നേട്ടമാണ് അള്ളാഹുവിലും അവൻ്റെ ദീനിലും നിനക്ക് സംശയമില്ലാതിരിക്കും. അതായത് ഈ ആയത്ത് ഓതിയാൽ അള്ളാഹുവിലും അവൻ്റെ ദീനിലും ഒക്കെ നമുക്ക് വലിയ വിശ്വാസം വരും. ഇനി ആറാമത്തേത്, ഈ ആയത്ത് പതിവായി ഓതുന്ന ആളുകൾ ഷഹാദത്ത് കലിമ ചൊല്ലാതെ അവർ മരണപ്പെടില്ല. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മുഅ്മിനായി മരിക്കാൻ സാധിക്കും. ഇനി ഏഴാമത്തെ നേട്ടമാണ് ശരീരത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷ നൽകും. അതായത് രോഗങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, ആക്സിഡൻറ്റുകളിൽ നിന്ന്, മാരാരോഗങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ശരീരത്തെ കാത്തുരക്ഷിക്കും. അതുകൊണ്ട് ഈ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും അസറിൻ്റെ ശേഷം ഒരു വട്ടമെങ്കിലും പതിവാക്കുക. കഴിയുമെങ്കിൽ 10 പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുക. ഇനി എട്ടാമത്തെ നേട്ടമാണ് ഈ ആയത്ത് ഓതുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഖബർ വിശാലത നൽകും. ഖബർ അല്ലാഹു സുബ്ഹാനഹു തആല പ്രകാശിക്കും. ആരാരുമില്ലാതെ കിടക്കുന്ന ഖബറിൽ ഒരു കൂട്ടിനായി, ഒരു വെളിച്ചമായി ഈ ഒരു ആയത്ത് നമുക്ക് നാളെ ഖബറിൽ ഉണ്ടാകും. ഇനി 9ാമത്തെ നേട്ടമാണ് സിറാത്ത് പാലം. ഈ ആയത്ത് ഓതുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ മിന്നൽ വേഗത്തിൽ കടക്കാൻ സാധിക്കും. ഇനി 10ാമത്തെ നേട്ടമാണ്
ഹിസാബില്ലാതെ ഈ ആയത്ത് ഓതുന്നവർക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനിയും ഒരുപാട് ഗുണങ്ങൾ, നേട്ടങ്ങൾ ഈ ആയത്ത് നമ്മൾ ഓതുന്നത് കൊണ്ട് ലഭിക്കുന്നുണ്ട്. ചുരുക്കം പ്രധാനപ്പെട്ടത് 10 ഞാൻ എണ്ണി പറഞ്ഞതാണ്. എന്നാൽ ഈ 10 തന്നെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ഇത് മതി. ഈ 10 നേട്ടങ്ങൾ ലഭിച്ചാൽ തന്നെ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസ്റിൻ്റെ ശേഷമോ മഗ്രിബിൻ്റെ ശേഷമോ നിങ്ങളൊരു 10 പ്രാവശ്യം ഈ ആയത്ത് ഓതുക. ഇനി ഏതാണ് ആ ആയത്ത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ആയത്തുൽ കുർസി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആയത്താണ്. ആയത്തുൽ കുർസി ഇത് നിങ്ങൾ 10 പ്രാവശ്യം ഓതിക്കൊണ്ട് വെള്ളിയാഴ്ച അസ്റിൻ്റെ ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിനി എത്ര വലുതാണെങ്കിലും ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച കാര്യങ്ങൾ പോലും നടന്നു കിട്ടും. മാത്രമല്ല, നിങ്ങൾക്ക് റിസ്കിൽ വിശാലതയുണ്ടാകും, സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകും, നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടും, രോഗങ്ങൾ മാറിക്കിട്ടും, നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഉറപ്പായും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു 6 മിനിറ്റ് ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് 6-7 മിനിറ്റ് മാറ്റിവെക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്ത് നമുക്ക് എല്ലാ വെള്ളിയാഴ്ച എല്ലാ ദിവസവും പതിവായി ഓതാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ, കടങ്ങൾ വീട്ടിത്തരട്ടെ, രോഗങ്ങൾ മാറ്റിത്തരട്ടെ, ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.